ഹായ് ഗൈസ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ നാളെ ഒരു പരിപാടി ഉണ്ട്. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ പഴയ വീട്ടിൽ നിങ്ങളെ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ആ വീട്ടിൽ നമ്മൾ നാളെ നമ്മളെ 3 പേര് നമ്മളെ ഫാമിലി എല്ലാവരും കൂടെ നാളെ അവിടെ കൂടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് മീൻ വാങ്ങിക്കാൻ പോകും. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വിഴിഞ്ഞത്ത് മീൻ വാങ്ങാൻ പോവുകയാണ്. നമ്മുടെ 3 പേരുണ്ട്. അപ്പം മീൻ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ ഇപ്പൊ കഴക്കൂട്ടെത്തി. ഈ സമയത്ത് മീൻ കിട്ടുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ പോയി നോക്കാം. നമ്മുടെ വിഴിഞ്ഞെത്തി. ഇവിടെ ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല. കാരണം നമ്മളിപ്പോ സമയമൊക്കെ കഴിഞ്ഞ് 7:15 3 മണിക്ക് വന്നാലേ മീനുള്ളൂ. അതെ, നമ്മൾ 3 മണി പ്രതീക്ഷിച്ചെത്തിയത് 7:30. എന്തായാലും നോക്കാം. മീൻ കിട്ടി. ചൂര നമ്മളങ്ങനെ മീനൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ ചൂര വാങ്ങിച്ചു. 2500 രൂപയ്ക്ക് നമ്മളൊരു ചൂര വാങ്ങി ഗൈസ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താഴത്തെ വീട്ടിലോട്ടാണ് പോകുന്നത്. ആളിയം വന്നിട്ടുണ്ട്. കുറച്ച് നാളായി നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പം ആദ്യം നമ്മൾ പോയെന്ന് അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഞാനും രാജീവ്, വിപിൻ, പിന്നെ ഇതിലേട്ടെ നമ്മളെല്ലാവരുടെ പോയി അറേഞ്ച് ചെയ്തിട്ട് പിന്നീട് അമ്മൂനെ അവരെല്ലാവരെയും വിളിക്കും. അതിപ്പോൾ അവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കട്ടെ എങ്ങനെയാണ്. വരുന്ന 2 പേര് ഗൈസ്. നമ്മളെല്ലാവരും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. വീടെത്തിയില്ല. നമ്മളിവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നാണ് പോകാൻ പറ്റൂ. ഗൈസ് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. പഴയ വീട്ടിലോട്ട്. മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് ഗൈസ്. ഒരു ഫുള്ള് കാടാണ്. അവരെല്ലാവരും ഉണ്ട് ബാക്കിന്ന്. നമ്മളവിടെ പോയിട്ട് ഇവിടെ മൊത്തം പന്നീരൊക്കെ ശല്യമുണ്ട് കേട്ടോ. പന്നി, മുള്ളം പന്നി, ഇതിൻ്റെയൊക്കെ ശല്യമുണ്ട്. ബാക്കിയെല്ലാം നമ്മളെന്തായാലും അവിടെ പോയിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ബാക്കി അവരെയൊക്കെ വിളിക്കും. എന്നിട്ട് കാരണം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർ ഇപ്പോഴേ വന്നാൽ അവിടെ പിള്ളേർ ഭയങ്കര അലിമ്പായിരിക്കും. ഒരുത്തതാ വീഴാൻ പോയില്ല. ഗൈസ് നമ്മളുടെ വീടെത്തി. ഫുള്ള് അരിമ്പായിട്ട് കിടക്കുന്നു. ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്നു. നമ്മൾ വൃത്തിയാക്കി എടുക്കണം. കൂട്ടുള്ള സെറ്റപ്പാണ് ആദ്യം ചെയ്യുന്നത്. അത് നമുക്ക് താബൂക്ക് എടുക്കുകയാണ്. പണി ചെയ്ത് ശീലമില്ലാത്ത രാജീവ് വരെ അവിടെ താബൂക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ആ വീടിനകത്താണ് അടുപ്പ് കൂട്ടുന്നത്. വിവിൻ താബൂക്ക് എടുത്ത് ഗൈസ്. മരിച്ചിനൊക്കെ കപ്പ വെട്ടി വൃത്തിയാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കപ്പ പുഴുങ്ങാനുള്ള പരിപാടിയാണ് ഗൈസ്. നമ്മൾ മരിച്ചിനി കപ്പത അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് ഇവിടുത്തെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നല്ല ഇരുട്ടാണ് ഗൈസ്. അതൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം മൊത്തം പുകയും ഇരുട്ടുമാണ്. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു പയ്യനെ ഉള്ളൂ ഇവിടെ. വിറവ് വെട്ടി മുറിക്കുന്നു. നമ്മളൊക്കെ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നു. തീ കത്തിക്കുന്നു. വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ. ബാക്കി സമയമൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. ഇതുവരെ ഇവിടെ തീ കത്തിയില്ല. ദേവൊക്കെ ഇപ്പൊ ഒന്നേ ഉള്ളൂ. അമ്മ ഉണ്ടായി വന്നു. ഇതിന്നൊരു കാര്യം ചെയ്യും. ഇതിന് തീ കത്തിച്ചിട്ട് അതിൽ കൊണ്ടുവരും. ഗൈസ് മൊത്തം പുകമായോണ്ട് എല്ലാവരും ഇതാ കരഞ്ഞോണ്ട് നിൽക്കണം. രാജീവാണ് ഇതാ ഇളക്കുന്നത്. എന്റെ കണ്ണൊക്കെ നല്ല പുകഞ്ഞ് പരിവായി. എല്ലാരും കരയുന്നു ഗൈസ്. പിള്ളേരടങ്ങിട്ട് കിടന്ന മഹാലുമ്പ്. മീൻ
ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒട്ടും പുകയില്ലാത്തൊരു കുഴപ്പമില്ല, എല്ലാവരും സെറ്റായിരിക്കുകയാണ്. പറ അമ്മു, മീൻ ഫ്രൈ രണ്ടു വാക്ക് പറ. നല്ല രീതിയിലൊരു വീഡിയോ എടുക്കണം എന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് പോയത്. പക്ഷേ ഫുള്ള് പുകയും പിന്നെ പിള്ളേരുടെ ഓട്ടവും ആകെ ബഹളവും കൂടെ ആയപ്പോൾ നമ്മളെല്ലാവരും ടയേർഡായി കേട്ടോ, നന്നായിട്ട് ടയേർഡായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മളൊരു വീഡിയോ ആയിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചധികം നാളായി നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് ഇനിയെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഒരുപാട് പേര് ചോദിച്ചു വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ. അപ്പം നമ്മൾ ഇനി എന്തായാലും വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ദിവസം നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. എല്ലാവരും ആയിട്ട് ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അത് വേറൊരു വൈബാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. സോ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മീൻ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കറിവേപ്പില ഇട്ട് ലാസ്റ്റ് കറിവേപ്പില ഇട്ട് നമ്മൾ ഇളക്കി സെറ്റാക്കണം. ഓക്കെ, ഞങ്ങളാണ് മീൻ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് ഗൈസ്, അപ്പോൾ അതുകൂടെ ഇട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ്. ഗൈസ് നമ്മളങ്ങനെ കഴിക്കാനുള്ള ടൈം ആയിരിക്കുന്നു. മീൻ കറി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. മീൻ കറി, കപ്പ, സലാഡ്, പിന്നെ എല്ലാവരും ഉണ്ട്. ചിക്കൻ കറി ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ എല്ലാം ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നു. ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഇത് സൈഡിൽ തട്ടോ, അതായത് നല്ലത്. ഇത് സൈഡിലോട്ട് തട്ട്. സൂപ്പറാണ്. എടാ ഡേ ഇത് സൈഡിലോട്ട് തട്ട്. സൂപ്പറായിരുന്നു. ഒരു ദിവസം സൺഡേ നമ്മൾ അടിച്ച് പൊളിച്ച്. പക്ഷെ ഈ സംഭവം തുടങ്ങാൻ നേരത്ത് നല്ല ടാസ്ക് ആയിരുന്നു. ഒരുപാട് പ്രയാസപ്പെട്ടാണ് തീ കത്തി വരാൻ കുറച്ച് പാടാണ്. നമ്മളെല്ലാം ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു സന്തോഷം. ഇനി നിങ്ങൾ നീ പറ. അടിപൊളി എന്ന് പറ. പറയല്ലോ. അടിപൊളി, സൂപ്പറായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ലാസ്റ്റ് അതിന്റെ റിസൾട്ട് കിട്ടി. നമ്മൾ രണ്ടു മണിക്ക് തന്നെ പറയാം. മുഖത്തെല്ലാം ഉണ്ട്. അടുത്ത രാജീവിന്റെ അഭിപ്രായമാണ് ഗൈസ്. സെറ്റ്. രാജീവ് ഒരു പണിയും ചെയ്തിട്ടുണ്ട്. എനിക്ക് മേൽനോട്ടം മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചെല്ലാം സെറ്റായി നമ്മളിവിടെ ഇറങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഉണ്ട്. നമ്മൾ ഇന്നത്തെ സൺഡേ ഉള്ള പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പം ഒരാളെ കാണാനില്ലല്ലോ. കൊണ്ട് തലയിലൊരു മരം വന്ന് വീണു. മരം തടി തലയിലൊരു തടി കഷ്ണം വീണ് ഗൈസ്. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ. അടുത്ത വീഡിയോ കാണുന്നത്